ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധി പുതിയതായിട്ട് കട ഓപ്പൺ ചെയ്തു കേട്ടോ. സുധി ഓണറിന്റെ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് പണം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ദൃശ്യം കണ്ടുകൊണ്ട് ശ്രുതി ഇങ്ങനെ കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് സുധിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, സുധി നിന്നെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എന്ത് സന്തോഷാന്നുള്ള കാര്യം അറിയോ? സുധിയെ ഇതുപോലൊരു ബിസിനസ്മാൻ ആയിട്ട് കാണാനാണ് ഞാൻ ഇത്രയും നാളായിട്ട് ആഗ്രഹിച്ചെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി ഇതിനെല്ലാത്തിനും കാരണം നീയല്ലേ, നീ കാരണമാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സുധി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് ഹോം അപ്ലയൻസസ് ഷോറൂം ഉണ്ട്, അതും നന്നായിട്ട് വളർന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ട് അവരെക്കാളും മുകളിൽ എത്തണം. ഇത് കേട്ട ഉടനെ തന്നെ സുധി പറയുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഒക്കെ പക്കയാണ്. ഇന്ന് മുതൽ തന്നെ ചേഞ്ച് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ സ്റ്റാഫിനെയും കൂടി കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറയാണ്. ശരി സാർ എന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരുവാണ്. ആ പഴയ ആൾക്കാരെന്ന് പറയുന്നത് മൊത്തം കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അവരുടെ അടുത്ത് ചെന്നിട്ട് പുതിയ മുതലാളി വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, ഓ പുതിയ മുതലാളിയല്ലേ, ചിലപ്പോൾ നമുക്ക് ബോണസ് തരാൻ വേണ്ടിയിട്ട് മറ്റുമായിരിക്കും, വാ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് സുധിക്ക് അരികിലേക്ക് ചെല്ലുന്നത്. സുധിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും നമസ്കാരം സാർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾ ജോലി ചെയ്തത് മതി എന്നുള്ള കാര്യം പറയുമ്പോൾ, നിങ്ങളെല്ലാവരും ജോലി ചെയ്തത് മതി എന്നുള്ള കാര്യം പറയുമ്പോൾ, എന്താ സാർ ഇന്ന് കട പെട്ടെന്ന് തന്നെ അടയ്ക്കാൻ വേണ്ടി പോവാണോ, നാളെ വന്നാൽ മതിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതിയും എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണേ. ഇനി നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊന്നും ഇനി ഇവിടെ ജോലിയില്ല, ഇവരെന്താ ഇങ്ങനെ പറയുന്നുള്ള രീതിയിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നതാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതാണ് പ്രശ്നം, വയസ്സായിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഞാൻ എങ്ങനെ ബിസിനസ് ചെയ്യുന്നത്, പുതിയതായിട്ട് യങ് ആയിട്ടുള്ള ആൾക്കാരെ ചേർത്താൻ വേണ്ടി പോവുകയാണ്. ഇത്രയും നാൾ ഞങ്ങള് ഒരുപാട് നാളായിട്ട് രക്തം ചിന്തിങ്ങാണ്ട് പണിയെടുത്തതാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ ഓൾഡ് ബ്ലഡ് ആണ്, എനിക്ക് വേണ്ടത് യങ് ബ്ലഡ്സ് ആണ്. യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഒരുപാട് സ്റ്റാഫുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ, അതും ചെറുപ്പക്കാരായിട്ടുള്ള സ്റ്റാഫുകൾ. അങ്ങനെ ആ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആളുകളെ കാണിച്ചുകൊണ്ട്, കണ്ടില്ലേ ഇവരാണ് ഇനി ഈ ഷോറൂമിലെ സ്റ്റാഫുകൾ, നിങ്ങൾ എല്ലാവരും പോയിട്ട് ജോലി ചെയ്യാൻ നോക്കുക എന്ന് പറയുമ്പോഴേക്കും അവർ താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. സാർ എന്താ സാർ ഇത്, പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഞങ്ങളെയൊക്കെ കരുവേപ്പില പോലെ തൂക്കിയെടുത്ത് കളയുന്നത് എന്തുകൊണ്ടാണ്? കരുവേപ്പില ആരും കഴിക്കുന്നതല്ലോ, നിങ്ങളെല്ലാം യൂസ് ഇല്ലാത്ത ആൾക്കാരാണ്, നിങ്ങളെ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടല്ലോ, മാഡം നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ശ്രുതിയാണ് ഇവിടുത്തെ ഓണറ്, ഞങ്ങളുടെ കട ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളെല്ലാവരും ഏതെങ്കിലും തുണിക്കടയിൽ പോയിട്ട് ജോലി ചെയ്തോളാം പറയണം കേട്ടോ ശ്രുതി. അപ്പോഴേക്കും അവർക്കൊക്കെ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ എങ്ങനെ പെട്ടെന്ന് അയക്കുന്നത്, ഞങ്ങളാരും ചുമ്മാ വിടില്ല എന്നുള്ള കാര്യം അതിലൊരു സ്റ്റാഫ് പറയുമ്പോൾ, നിങ്ങളെന്താ വലിയ റൗഡിസം കാണിക്കുന്നത് പോലെ പറയുന്നത്, ഞാൻ മര്യാദയ്ക്ക് നിങ്ങളടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെന്താ ഒച്ചയെടുക്കുകയാണോ? ഇതൊന്നും കണ്ടിട്ട് ഭയപ്പെടുന്ന ആളല്ല ഞാൻ. നിങ്ങളെ എംപ്ലോയ്മെന്റ് കാർഡും രജിസ്ട്രേഷനും ഒക്കെ പഴയ ഓണറോട് കൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും അതിലുള്ള ഒരാൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ പഴയ ഓണർ തങ്കപ്പെട്ട ആളായിരുന്നു, ഞങ്ങളെ എന്ത് നല്ല പോലെയാണ് നോക്കിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ, അതുകൊണ്ടാണല്ലോ അവർ കട നോക്കാണ്ടിരുന്നത്, അതുകൊണ്ട് ഈ അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. എന്നാൽ ഞാൻ അങ്ങനെയല്ല, വേഗമായിട്ട് മുന്നേറി പോയിക്കൊണ്ടേയിരിക്കും, വേഗം പോവാൻ നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നിങ്ങളെ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരാൾ ഒച്ച എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേറൊരാൾ പറയുന്നുണ്ട്, ചുമ്മാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇത് അവരുടെ ഷോറൂമാണ്, പോവാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പോയല്ലേ പറ്റുള്ളൂ, ഒരുപാട് സന്തോഷം സാർ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അവർ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി സൂപ്പർ ആയിട്ടുണ്ട്, നിനക്ക് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കാൻ അറിയോ, ബിസിനസ്സിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ആളാണ്, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, കലക്കി, എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് പോയ സ്റ്റാഫുകളെല്ലാം. അവരെല്ലാരും കൂടി ചേർന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവനെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അത് കേട്ട ഉടനെ അതിലുള്ള ഒരാൾ പറയുന്നത്, അത് വിട്ടേക്ക്, ഇവൻ പെട്ടെന്ന് തന്നെ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, ഇവന്റെ വേഗം എവിടെ കൊണ്ടുപോയി ചെന്ന് എത്തിക്കുന്നത് നമ്മൾ കാണാനല്ലേ പോകുന്നത്, ഇവനെ ബിസിനസ്മാൻ ആക്കണം, പക്ഷേ മുതലാളിയായിട്ട് എങ്ങനെ ഇരിക്കേണ്ടതെന്നുള്ള കാര്യം അറിയില്ല, ശരി വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോവാണേ. അത് കഴിഞ്ഞ് രാത്രി സുധിയും ശ്രുതിയും കൂടി തിരിച്ചു വരുവാണ് കേട്ടോ. വരുന്ന സമയത്ത് സുധി പറയുന്നുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, അവരോടൊക്കെ സംസാരിച്ച് ടയർഡായി എന്നുള്ള കാര്യം പറയുമ്പോൾ, ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെയാണോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ ഇന്ന് വർക്ക് ചെയ്തത്, അതുകൊണ്ട് നന്നായിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ അവരുള്ളിലേക്ക് കയറി വരുമ്പോഴേക്കും ചന്ദ്ര വരുന്നുണ്ട് കേട്ടോ. എന്താടാ വന്നോ, നിങ്ങളെ ഇത്രയും നാളായിട്ട് എന്താ കാണാത്തതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഉള്ളിലേക്ക് വരല്ലേ, ഇവിടെ നിൽക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ, അതെന്താ അമ്മേ, ഇന്ന് നിങ്ങൾ ബിസിനസ് ആരംഭിച്ചതല്ലേ, കടയിൽ അത്രയും ആളുകൾ വന്നു, എല്ലാവരുടെ കണ്ണും നിങ്ങളുടെ മേലായിരിക്കും ഉണ്ടാവുക, അതുകൊണ്ട് ആരതി എടുക്കണം. അമ്മ ഒരുപാട് ടയേർഡായിട്ടുണ്ട്, കാലൊക്കെ വേദനിക്കുന്നു, എടാ ഒരു 2 മിനിറ്റ് നിൽക്ക്, ദൃഷ്ടിപ്പെട്ടത് കൊണ്ടാണ് ടയേർഡായിട്ട് ഇരിക്കുന്നത്,
ഞാൻ ആരതി എടുത്തോണ്ട് വരാം, പിന്നെ നിങ്ങൾക്ക് എല്ലാം ശരിയാകും, ഇവിടെ നിൽക്ക്, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഓടി പോകുന്നൊക്കെ ഉണ്ട് ചന്ദ്ര ആരതി എടുക്കാൻ വേണ്ടിയിട്ട്. ചന്ദ്ര ആരതി എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും പുറത്ത് തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ ഇപ്പോഴാണ് കടയൊക്കെ ബിസിനസ്സൊക്കെ അവസാനിച്ചത്, ഇപ്പൊ വന്നതേ ഉള്ളൂ, എന്താ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത്, ഉള്ളിലേക്ക് വരാത്ത എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി ആരതിയായിട്ട് വരുന്നുണ്ട്. ഞാനാണ് അവരുടെ അടുത്ത് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞത് ആരതി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയുടെ പുറകെയും രേവതി ചൂടുവെള്ളം വേണോ എന്നുള്ള കാര്യം ചോദിച്ച് വരുന്നുണ്ട്. ചൂടുവെള്ളം ഒന്നും വേണ്ട, ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളാണ്. അപ്പോഴേക്കും സച്ചിക്ക് അരികിലേക്ക് രവി ചെല്ലുന്നുണ്ട് കേട്ടോ. അല്ല അച്ഛാ, ഇതെന്താ പുതുമണവാളിനെയും മണവാട്ടിയും പോലെ ആരതിയൊക്കെ എടുത്തോണ്ടിരിക്കുന്നു, അതും രാത്രി 9 മണിക്ക്, ആദ്യത്തെ ദിവസം ജോലി കഴിഞ്ഞ് വന്നതല്ലേ, അതുകൊണ്ടാണെന്ന് രവി പറയുമ്പോ ശരിയാ, നന്നായിട്ട് ചുറ്റ്, ഒരുപാട് നാളായിട്ട് അനങ്ങാപ്പാറ പോലെ വീട്ടിൽ തന്നെ ഇരുന്നതല്ലേ, ഇപ്പോഴല്ലേ പുറത്ത് പോയിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വരുന്നത്, ഒറ്റ ദിവസം കൊണ്ട് ഇത് നിർത്താൻ പാടില്ല, അച്ഛന്റെ 50 ലക്ഷം രൂപ കൊടുക്കുന്നത് വരെയെങ്കിലും ജോലിക്ക് പോണെന്നും കൂടി പ്രാർത്ഥിച്ചും കൊണ്ട് നന്നായിട്ട് അങ്ങ് ചുറ്റ്. സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രന്റെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ആന്റി, ഞങ്ങൾ ഇനിയും വീട്ടിനുള്ളിലേക്ക് പോലും വന്നില്ല, അപ്പോഴേക്കും സച്ചി തുടങ്ങി എന്ന് പറയുമ്പോൾ അവനെ വിട്, അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കണം, അവന്റെ കണ്ണും പെട്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ആരതി എഴുതാന്നുള്ള കാര്യം പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, പിന്നെ അവര് രണ്ടുപേരും നടന്മാരല്ലേ, ഇവരെ കണ്ടിട്ട് കണ്ണു വെക്കാൻ വേണ്ടിയിട്ട് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛന് വേണം നിങ്ങൾ ആരതി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ എന്തിനാ ആരതി എടുക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ 3 മക്കളെ നന്നായിട്ട് വളർത്തിയിട്ട് ആളാക്കി വിട്ടില്ലേ, അപ്പോ അച്ഛന്റെ മേലല്ലേ കണ്ണുണ്ടാവുക, അച്ഛനായിരിക്കും കണ്ണുവിട്ടിട്ടുണ്ടാവുക. എടാ ചുമ്മാ ഓരോന്ന് പറയല്ലേ, എന്തായാലും ചുറ്റാനുള്ളതൊക്കെ ചുറ്റിയില്ലേ, ഇനിയെങ്കിലും ഉള്ളിലേക്ക് കയറി വരാൻ വേണ്ടി പറയാൻ കേട്ടോ രവി. ശ്രുതിയുടെ അടുത്തു. അപ്പോഴേക്ക് രേവതി നോക്കുന്നത് കാണുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താ അവിടെ നോക്കി നിൽക്കുന്നത്, ഇങ്ങോട്ട് വാ, ഇത് കൊണ്ടുപോയിട്ട് പുറത്ത് കളഞ്ഞിട്ട് വാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ ആരതി തട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കാണ് കേട്ടോ ചന്ദ്ര. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, എടി അത് മേടിച്ചിട്ട് രേവതി അത് അവന്റെ തലയിലിട്ട് കൊട്ട്, അത്രയ്ക്കും ദൃഷ്ടി പെട്ടിട്ടുണ്ടാവുമല്ലോ, അത് തറയിൽ കൊട്ടുന്നതിനേക്കാൾ നല്ലത്, അത് തറയിൽ കൊട്ടിക്കളയുന്നതിനേക്കാൾ നല്ലത് അവന്റെ തലയിൽ കൊട്ടിക്കളയണം, എന്നാലല്ലേ പോകുള്ളൂ, അല്ലേ അച്ഛ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എടാ ചുമ്മാ ഇരിക്കുന്നു പറയാണേ രവി. അങ്ങനെ ഉള്ളിലേക്ക് കയറി വരാൻ പറയാണ് ശ്രുതിയുടെ അടുത്തും. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ശ്രീകാന്ത് എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വാ എന്ന് പറയാണ്. അത് സുധിയേട്ടന് പോയി കുടിച്ചൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ലല്ലേ ഞാൻ ഭയങ്കര ടയർഡാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള സോഫയിൽ തന്നെ അങ്ങ് കിടക്കുവാണ് കേട്ടോ. അത് കണ്ടിട്ട് ചന്ദ്രയും അതുപോലെ രവി ഇങ്ങനെ നോക്കുന്നുണ്ടേ. ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ ജോലിക്ക് പോയത്, ടയർഡായതാവും എന്നുള്ള കാര്യം രവി പറയുന്നു. എടാ ഒറ്റ ദിവസം കൊണ്ട് നീ ഇങ്ങനെ കിടപ്പിലായോ, അത് എന്നൊക്കെ പറഞ്ഞിട്ട് സുധി കിടന്നോർന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീകാന്ത് വെള്ളം എടുത്ത് കൊണ്ടുപോയി കൊടുത്തത് കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് വർഷം അങ്ങോട്ടേക്ക് വരുന്നത്. അതിനിടയ്ക്ക് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ നോക്കിയിട്ട് എന്താ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതിയും ആകെ എന്താ പറയാ, ഒന്നും പറ്റാത്ത അവസ്ഥയാണല്ലോ. അതിനിടയ്ക്ക് ചന്ദ്രമതിയെ രവിയും കൂടി നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്കാണെങ്കിൽ തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയാവാണ്. അങ്ങനെ എല്ലാവരും കൂടി ചിലരൊക്കെ കളിയാക്കുന്നുണ്ട്, ചിലർക്ക് തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുകയാണല്ലോ. ഇതെല്ലാം ശ്രുതി കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ അത്രയും വർക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് എന്റെ വായൊക്കെ വേദനിക്കുന്നു. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പക്ഷേ നീ കേട്ടോ, ഒറ്റ ദിവസം സംസാരിച്ചപ്പോഴേക്കും സാറിന് വായ വേദനിക്കുന്നു, അപ്പോ ദിവസവും നീ സംസാരിച്ചിട്ട് വരുന്നില്ല, അപ്പോ നിനക്കോ? ഇത് കേട്ട ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട്, സുധിയേട്ടാ സെയിൽസ് ജോലി എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ നമ്മുടെ വായയാണ് വിശ്വസിക്കേണ്ടത്, നിങ്ങൾ എത്ര നന്നായിട്ട് സംസാരിക്കുന്നോ അത്രയും നന്നായിട്ട് സെയിൽ ആകും. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അല്ല സുധി അതിനു വേണ്ടിയിട്ടല്ലേ ജോലിക്ക് ആൾക്കാരെ നിർത്തിയത്, അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പറ. ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്നെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചുകൊണ്ട് തലയൊക്കെ തടവിയും കൊണ്ട് നമ്മുടെ ചന്ദ്രമതി സുധിക്ക് അരികിലിരിക്കുകയാണ്. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, അല്ല അവനല്ലേ കടയുടെ ഓണർ, അവൻ ജോലി ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവരും കൂടെ അവന്റെ കൂടെ ജോലി ചെയ്യത്തുള്ളൂ, ഒറ്റ ദിവസം ജോലി ചെയ്തപ്പോഴേക്കും നീ ഇങ്ങനെ വന്ന് ചാഞ്ഞല്ലോ. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നത് എന്താ സാധാരണയായിട്ടുള്ള കാര്യമാണോ, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാനാണ്, നിങ്ങൾ ദിവസവും ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാതെ ജോലി ചെയ്തതല്ലേ, എന്നാ നിങ്ങളെ പോലെയാണോ അവൻ? കേട്ടില്ല അച്ഛൻ ഒരു വേദന അനുഭവിക്കാതെയാണ് ജോലി ചെയ്തത് എന്നുള്ള കാര്യം. എടാ അവളുടെ അറിവ് അത്രേ ഉള്ളൂ എന്നുള്ള കാര്യം പറയാണ് രവി. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ഇത് നോക്ക്, നിങ്ങളുടെ മകൻ ചുമ്മാ AC ഇരുന്നിട്ട് 4 വാക്ക് സംസാരിച്ച് വന്നതിന് കൊതുകുത്തി ചുരുണ്ട് കിടക്കുന്നത് കണ്ടില്ലേ, എന്നാ എന്റെ അച്ഛൻ അങ്ങനെ ഇല്ലായിരുന്നു, വെയിലത്തും മഴയത്തും ഒരു ദിവസം പോലും ലീവ് എടുക്കാതെയാണ് എന്റെ അച്ഛൻ ജോലിക്ക് പോയോണ്ടിരുന്നത്, അവർക്കും കാലുവേദനയും കൈവേദനയും മുതുകുവേദനയും എല്ലാം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവരാരും കഷ്ടം പറഞ്ഞുകൊണ്ട് ഇതുവരെ പുലമ്പിയിട്ടൊന്നുമില്ല. ഇത് കേട്ട ഉടനെ തന്നെ രവി പറയുന്നുണ്ട്, സച്ചി നമ്മള് ചെയ്യുന്ന ജോലി കൃത്യനിഷ്ഠമായി ഒരു കളങ്കവും ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. അപ്പോഴേക്ക് ശ്രീകാന്തും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ കറക്റ്റാണ്, ഒരു ദിവസം കിച്ചണില് ഹീറ്റിലൊക്കെ നിൽക്കുന്ന ആളാണ്, എന്നാ അത് എനിക്ക് കഷ്ടമായിട്ട് തോന്നിയിട്ടില്ല, അത് അങ്ങനെ തന്നെയാണ് ശ്രീകാന്ത്. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ഷീണമോ അതുപോലെ വേദനകളോ ഒന്നും അറിയില്ല. രേവതി പറയുന്നത് കേൾക്കുമ്പോൾ
കറക്റ്റാണ് രേവതി ചേച്ചി. ഞാനും ചില സമയത്തൊക്കെ ഡബ്ബിംഗ് സംസാരിക്കുന്ന സമയത്ത് ടൈം പോകുന്നത് അറിയാറ് പോലും ഇല്ല. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ സ്നേഹത്തോടു കൂടി ചെയ്യണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വെക്കേഷന് പോകുന്നത് പോലെ തോന്നുള്ളൂ. അങ്ങനെ ശ്രുതിയെ കുറിച്ചിട്ട് എല്ലാവരും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയാണല്ലോ. ശ്രുതിയെ കുറിച്ച് ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണ്ടേ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയും ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ജോലിക്ക് പോകുന്നത്. ഇന്ന് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് എക്സോസ്റ്റ് ആയത്. റെസ്റ്റ് എടുത്താൽ ശരിയാകും. ശരിയാണ്, ആദ്യം നിങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരൂ, എന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പറഞ്ഞു വിടുവാണ് കേട്ടോ. അങ്ങനെ ഫ്രഷപ്പ് ആവാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ റൂമിലേക്ക്. ശ്രുതി കിടന്ന് ഉറങ്ങുവാണ്. ശ്രുതി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് ശ്രുതി ഉറങ്ങുന്നത് കാണുമ്പോൾ ശ്രുതി എണീക്ക്, കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ഉറങ്ങട്ടെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുവാണ് കേട്ടോ. അപ്പൊ ശ്രുതി വിചാരിക്കുന്നതിന് 10 മിനിറ്റ് അല്ലേ, ആയിക്കോട്ടെ എന്ന്. അപ്പോഴേക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ശ്രുതി. അങ്ങനെ ഇവരെ കാണാതെ ചന്ദ്രമതി വരുവാണ് കേട്ടോ റൂമിലേക്ക്. ശ്രുതി വാ നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി കിടന്നു, ഞാൻ എണീപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി എന്ന് പറഞ്ഞിട്ട് തട്ടി വിളിക്കുകയാണ് കേട്ടോ ശ്രുതി. അങ്ങനെ ചന്ദ്രയെ വിളിക്കുമ്പോഴേക്കും വേണ്ട ശ്രുതി, എന്നെ വിട്ടേക്ക്, ഞാൻ ഇങ്ങനെ തന്നെ കിടന്നുറങ്ങാണ്, എനിക്ക് കാലൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. എന്താണ് നീ ഇങ്ങനെ പറയുന്നത്, ഭക്ഷണം കഴിക്കാൻ വാ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോൾ അമ്മേ ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ വരാം, നിങ്ങൾ പോയിട്ട് കഴിക്കേ. ശരി വാ നീ വാ ശ്രുതി, നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകാനായിട്ട് ചന്ദ്ര. അപ്പോഴും ശ്രുതി ഉറക്കം തന്നെയാണ്. ഭക്ഷണം കഴിച്ച് വന്നിട്ടും ശ്രുതി നല്ല ഉറക്കമാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് വന്ന ഉടനെ തന്നെ ശ്രുതിയെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നുണ്ട് ഇന്ന് ശ്രുതി നമ്മൾ പുറത്താണ് കിടക്കേണ്ടത്, സച്ചിൻ രേവതി വരും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇല്ല ശ്രുതി, എനിക്ക് പുറത്തൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല, ഓൾറെഡി ഞാൻ ഭയങ്കര ടയേർഡാണ്, പുറത്ത് കിടന്നുറങ്ങിയാൽ എനിക്ക് ഉറക്കം വരില്ല, ഇവിടെ തന്നെ കിടക്കുകയാണ് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ സച്ചി എന്തൊക്കെയോ ഫോണിൽ കാര്യങ്ങളൊക്കെ രവിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതി ശ്രുതിക്ക് അരികിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് അവൻ എണീറ്റോ എന്നുള്ള കാര്യം. ഇല്ല ആന്റി, അവൻ കിടന്നുറങ്ങി എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. കിടന്നുറങ്ങിയ കാര്യം കേൾക്കുമ്പോഴേക്കും സച്ചി എന്ത് ഉറങ്ങിയെന്നോ, അതിനെ അധ്വാനിച്ച് ശീലം വേണ്ടേ, അതുകൊണ്ടാണ് വെട്ടിയിട്ടതുപോലെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാകും, മര്യാദയ്ക്ക് എണീപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ, വെയിറ്റ് ചെയ്യ് വരും എന്നുള്ള കാര്യം ശ്രുതി കൊച്ച ദേഷ്യത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അവന്റെ അടുത്ത് പെട്ടെന്ന് എണീറ്റിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്ന പറഞ്ഞിട്ട് ചന്ദ്ര റൂമിലേക്ക് പോവാണ്. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് ഉള്ളിൽ ചെന്ന് ഇരുന്നിട്ട് നമ്മൾ എന്തിനാ ഈ റൂം വിട്ട് പോകുന്നത്, ഈ റൂമിൽ തന്നെ ഇരിക്കുക കഴിയുന്നുണ്ട് കേട്ടോ. ഇവര് പുറത്തേക്ക് വരുന്നില്ല. രേവതി ലൈറ്റ് കാണിച്ചു, സച്ചി ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അവര് വരട്ടെ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ട്. എന്താണ് ഇവര് പുറത്ത് വരാത്തെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സച്ചി ചെന്നിട്ട് കഥകിന് മുട്ടുകയാണ് കേട്ടോ. എടാ തൊഴിലധിപരെ പുറത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കഥകിന് നല്ലോണം മുട്ടുന്നുണ്ട്. ദേഷ്യം പിടിച്ചിട്ട് ശ്രുതി പോയിട്ട് ഡോർ തുറക്കുവാണ്. എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങണ്ട എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. ആര് പറഞ്ഞു ഉറങ്ങണ്ട എന്നുള്ള കാര്യം, പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറയുമ്പോൾ എന്താ ജോക്കാണോ, അവൻ്റെ അടുത്ത് പുറത്ത് വരാൻ വേണ്ടി പറ എന്നുള്ള കാര്യം പറയുമ്പോൾ അവര് വല്ലാതെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ടയേർഡായിട്ട് ഇരിക്കുകയാണ് എന്ന് കരുതിയിട്ട് നന്നായിട്ട് ഉറങ്ങുകയാണെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തട്ടി എണീപ്പിക്ക്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് വിട്ടേക്ക്, അവർ കിടന്നുറങ്ങിയില്ലേ രേവതി, ഇന്ന് കണക്ക് പ്രകാരം നമ്മളല്ലേ ഇവിടെ കിടക്കേണ്ടത്, മര്യാദയ്ക്ക് പൗഡർ എടുത്തിട്ട് പറഞ്ഞിട്ട് രണ്ടുപേരെടുത്തും പുറത്തു വരാൻ വേണ്ടി പറ, എനിക്ക് രാവിലെ സവാരിക്ക് പോകണ്ടേ. അപ്പൊ ശ്രുതി വീണ്ടും പറയുന്നുണ്ട് കേട്ടോ അവര് നന്നായിട്ട് ഉറങ്ങി എന്നുള്ള കാര്യം, അവരെ എങ്ങനെയാണ് എഴുതിപ്പിക്കുക. അപ്പൊ ഉറങ്ങുന്ന ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ സച്ചി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പോയിട്ട് ശ്രുതിയുടെ കൂടെ കിടന്നുറങ്ങിക്കോളൂ. സച്ചിയുടെ അടുത്ത് പറയാണേ, ഞാൻ വേണമെങ്കിൽ രേവതിയുടെ കൂടെ കിടന്നോളാം, ഓക്കെ ആണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അതൊന്നും വേണ്ട, അവന്റെ അടുത്ത് പുറത്ത് വരാൻ വേണ്ടി പറയണം കേട്ടോ സച്ചി. അവനെന്താ കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിയുടെ ഒച്ച കേൾക്കുമ്പോഴേക്കും ചന്ദ്രയും അതുപോലെ രവിയും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്നുവെച്ചാൽ ഞങ്ങളല്ലേ പ്രകാരം അവിടെ കിടക്കേണ്ടത്, അവൻ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെന്താ അവൻ ക്ഷീണിച്ച് കിടന്നുറങ്ങില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും ക്ഷീണമില്ലേ, ഇന്നെന്താ ഒരു ദിവസം പുറത്ത് കിടന്നാലെന്നൊക്കെ ചോദിക്കാനോ ചന്ദ്ര. എടി ഇവൻ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നീ അത് കേട്ടോണ്ടിരിക്കുകയാണോ, എന്താ മഹാറാണി ഉള്ളിൽ മാത്രമേ കിടക്കുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രവി ചന്ദ്രയെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് വെറുതെ എന്റെ നേർക്ക് എന്തിനാ കയറുന്നത്, ഞാൻ പറഞ്ഞു പക്ഷേ സച്ചേട്ടനാണ് കേൾക്കാത്തത്, നമ്മളെന്തിനാ രേവതി പുറത്ത് കിടക്കുന്നത്, അച്ഛമ്മയല്ലേ പറഞ്ഞത് ഓരോ ആഴ്ച മാറി മാറി കിടക്കണോ എന്നുള്ള കാര്യം. അച്ഛൻ അച്ഛമ്മയെ വിളിക്ക്, എന്തിനാണ് നീ അച്ഛമ്മയുടെ ഉറക്കവും കളയുന്നത്, പിന്നെ എന്താണെച്ചാ അവൻ പുറത്ത് വരില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് അവൻ ഒരുപാട് ടയറിൽ കിടന്നുറങ്ങി, ചുമ്മാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അവൻ അഭിനയിക്കാണ്, എടാ ഓടിക്കളി ഇങ്ങോട്ട് വാടാ എന്നുള്ള കാര്യം പറഞ്ഞു കണ്ട് ഒച്ചയെടുക്കാണ് കേട്ടോ സച്ചി. കണ്ടില്ലേ അവൻ നൈറ്റിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്, ഇത് നോക്ക് സച്ചി, അവൻ ടയർഡായിട്ടല്ലേ വന്നത്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, നീ ഞങ്ങളുടെ റൂമിൽ കിടന്നോ, ഞങ്ങൾ രണ്ടുപേരും പുറത്ത് കിടന്നോളാം, നമ്മളെന്തിനാ പുറത്ത് കിടക്കുന്നതെന്നുള്ള കാര്യം ചന്ദ്രമതി അപ്പോഴേക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവന് നന്നായിട്ട് ഉറങ്ങണ്ടേ, രണ്ടുപേർക്കും ജോലിയില്ലേ, നീ പോയിട്ട് പായും താലിനൊക്കെ എടുത്തിട്ട് വാ. വേണ്ട അച്ഛൻ എന്തിനാ പുറത്ത് കിടക്കണെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് രവി പറയുന്നുണ്ട് കുഴപ്പമില്ലടാ, ഒരു ദിവസമല്ലേ, സാരില്ല അച്ഛാ, പുറത്ത് നല്ല ഡസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് അച്ഛൻ ഉള്ളിൽ തന്നെ കിടന്നോളൂ, ഞങ്ങൾ രണ്ടുപേരും മുകളിൽ പോയി കിടന്നോളാം എന്നുള്ള കാര്യം പറയുകയാണേ. അപ്പോൾ എന്തോ സാധിച്ചതുപോലെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും ചിരിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ടാണ് സച്ചി പോകുന്നത്. പക്ഷെ രണ്ടുപേരും എന്തോ സാധിച്ചതുപോലെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയും അതുപോലെ ശ്രുതിയും എന്തോ ഭാഗ്യം ഞങ്ങളെ പുറത്താക്കുന്ന വിചാരിച്ച് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, നീ നന്നായിട്ട് പോയി കിടന്നുറങ്ങുന്നു പറഞ്ഞിട്ട് ശ്രുതിയെ പറഞ്ഞു വിടാണ്. ശ്രുതിയും എന്തോ സാധിച്ചതുപോലെ ഉള്ളിൽ കയറി ഉറങ്ങുന്നുണ്ട് കേട്ടോ.